സ്വർണ്ണവില പവൻ 1 ലക്ഷം കടന്നു. 1,16,600 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന് 12,700 രൂപയായി. പവന് 1,760 ഗ്രാമിന് 220 രൂപയുമാണ് ഇന്ന് കൂടിയത്. 44,400 രൂപയാണ് ഈ വർഷം മാത്രം പവന് കൂടിയത്. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസും ലിഡിയയും അക്ഷയ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ആദ്യം സിജോയിലേക്ക്. സിജോ, സ്വർണ്ണവില ഇങ്ങനെ ലക്ഷം കടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണ് വില ഇന്ന് ഉയരാൻ കാരണമായത്? ധന്യ, സ്വർണ്ണവില അതിന്റെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഏതാണ്ട് 2000 ടണ്ണിലധികം സ്വർണം ആളുകളുടെ കൈവശം ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. പ്രതിവർഷം കേരളത്തിൽ നടക്കുന്ന ഒരു വിറ്റുവരവ് കണക്കാക്കിയാൽ 125-150 ടണ്ണിലധികം ഉണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. US പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കും എന്നുള്ള ആ ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരം സൂചനകൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഡോളറിന്റെ മൂല്യശോഷണം, അന്താരാഷ്ട്ര സംഘർഷം, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് പ്രധാനമായും വ്യാപാരികൾ പറയുന്ന ഒരു കാര്യം, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തെ കാണുന്നു, സ്വർണം കൂടുതലായി വാങ്ങി സൂക്ഷിക്കുന്നു. അതും സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. 2020 ഏതാണ്ട് 40,000 രൂപ വിലയുണ്ടായിരുന്ന സ്വർണം 5 വർഷത്തിന് ഇപ്പോഴും 60,000 രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2020 $2,000 ആയിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില. 5 വർഷത്തിൽ അത് $2,500 ആയി വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2020 രൂപയുടെ വിനിമയ നിരക്ക് 71 നിന്ന് 91 എത്തിയതും ആഭ്യന്തര സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമായി കണക്കാക്കി എന്നുള്ളതാണ് പ്രധാനമായും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സ്വർണത്തിന്റെ വില $4,487 ഈ വൻകിട നിക്ഷേപകർ താൽക്കാലിക ലാഭമെടുപ്പ് അത് നടത്തിയാൽ വിലയിൽ ചെറിയൊരു കുറവ് വന്നേക്കാം. പക്ഷേ $4,500 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ വീണ്ടും വലിയ രീതിയിലുള്ള സ്വർണ്ണവില ഉയരും എന്നുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ സാധിക്കുന്നത്. നിലവിൽ സ്വർണ്ണവില അപേക്ഷിച്ച് നമുക്കറിയാം, ഈ സമീപകാലത്തൊക്കെ സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷത്തിൽ നിന്ന് കുറയാനുള്ള സാധ്യതയാണോ, ഇല്ലെങ്കിൽ ഇനിയും കൂടാനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? ശരാശരി ഒരു സ്വർണം വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ നിലവിൽ ഈ പറയുന്ന വിലയൊന്നും ആയിരിക്കില്ല. അതായത് അതിനപ്പുറം പണിക്കൂലി എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1,10,000 മുകളിലേക്ക് വില മുടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നിലവിൽ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ഈ ഏറ്റക്കുറച്ചിലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്നുണ്ട്. ഇന്നലെ മാത്രമായി ഏതാണ്ട് 2 തവണയാണ് സ്വർണത്തിന്റെ വില ഉയരുന്നത്. ഗ്രാമിന് 150 രൂപയും പവന് 140 രൂപയും കൂടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇന്നലെ മാത്രം 12,480 രൂപയാണ് ഒരു ഗ്രാമിന് വില വർദ്ധിച്ചത്. പവന് 99,840 രൂപയായി ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കൂടുതൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാറുണ്ട്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷമൊക്കെയായി സ്വർണത്തിന്റെ വിലയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഒരുപക്ഷെ ഇതിൽ 1 ലക്ഷത്തിൽ നിന്ന് ഇനി കുറയുമോ എന്നുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഈ ഡോളർ വിനിമയ ശോഷണം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, സ്വർണം സുരക്ഷിത നിക്ഷേപമായി വാങ്ങി സൂക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമായി പ്രധാനമായും പറയുന്നത്. പക്ഷേ സ്വർണം അങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്ര വില കൊടുത്ത് സ്വർണം വാങ്ങി കാര്യങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഈ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയമില്ല. അത്തരം വലിയൊരു രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മികച്ച നിക്ഷേപം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉയരുന്നതിൽ മാർക്കറ്റിന്റെ ഒരു പ്രതികരണം ഇല്ലെങ്കിൽ രീതി എങ്ങനെയായിരിക്കും? അത് നഷ്ടവും ലാഭവും ഒക്കെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? നിലവിൽ ഇത് മാർക്കറ്റിൽ വ്യാപാരികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾ സ്വർണം വാങ്ങണം, സുരക്ഷിത നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ കാണുന്നവർ, സമീപിക്കുന്നവർ മാത്രമാണ് സ്വർണം അത്തരത്തിൽ വാങ്ങി സൂക്ഷിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ സാധാരണക്കാരാണ് കൂടുതൽ. സാധാരണക്കാരെ സംബന്ധിച്ച് അവരൊരു ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മക്കളുടെ വിവാഹം, പഠനം തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ നടത്തുന്നത് പലരും
ഈ സ്വർണം അത് പണയം വെച്ചും അല്ലെങ്കിൽ വിറ്റും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയായിരിക്കും. പക്ഷെ അത്തരത്തിൽ ആളുകളെ ജീവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടിച്ച് കഴിഞ്ഞു കൂടുന്നവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സാധാരണക്കാർ ആളുകളെ സംബന്ധിച്ചോ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു